ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നൊന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ്, എന്നൊന്നും ചെയ്യരുത്. ഞാനിനി പ്രദേശത്തേക്ക് വരില്ല. നിന്നെ അയച്ചവരോട് എന്ന് പറഞ്ഞേക്ക്, വിഷ്ണുവിനെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന്. നമ്മൾ രണ്ടുപേരെ മരിക്കില്ല. പ്രേമിച്ച് പ്രേമിച്ച് ഭൂമിക്ക് ഭാരമായിട്ട് നമ്മൾ ജീവിക്കും. എത്ര കോനി കൂടിയാലും ഞാനേ കുത്തി നടക്കാൻ വടിയൊന്നും എടുക്കില്ല. അതിന്റെ കാരണം എന്താ? എന്താ കാരണം? താമ്പ്ര, എന്റെ വിഷ്ണുട്ടൻ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്കെന്തിനാ വിഷ്ണുട്ട വേറൊരു വടി? ആ നമുക്ക് പോയാലോ? അവിടെ ഇരിക്കും വിഷ്ണുട്ടാ. കുറച്ചു നേരം കൂടി നമുക്കിവിടെ ഇരിക്കാം. അല്ല, എത്ര നേരം വെച്ചിട്ട് ഈ ഇരിപ്പിരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇനി നമുക്ക് ഈ കടപ്പുറത്ത് കൂടി ഒന്ന് നടന്നാലോ? അല്ല, തനിക്ക് ബുദ്ധിമുട്ടാവോ? എന്നെ താങ്ങാൻ എന്റെ കെട്ടിയാനുണ്ടെങ്കിൽ പിന്നെന്തിനാ ഞാൻ ബുദ്ധിമുട്ടുന്നത്? ഓ അങ്ങനെ. നവാ, ആ മോഹം നടത്തിയേക്കാം. നമുക്കേ കുറച്ചേരം ഇവിടെ ഇരിക്കാം. ഇവിടെ ആവുമ്പതേ നല്ല കാറ്റുണ്ട്. ആ, അങ്ങനെ ഒരു മോഹം ഉണ്ടായി, ആയിക്കോട്ടെ, ഇരിക്കി. അതേ, ഉറങ്ങിപ്പോരുത്, പിന്നെ ഞാൻ എടുത്തോണ്ടുകൊണ്ടി വരും. ഉറങ്ങില്ല. ദേ വിഷ്ണുട്ടനെ എന്നെ തട്ടി ഉറക്കാതിരുന്നാ മതി. രണ്ടിനെ ഞാൻ ഉറക്കാം, ശാന്തമായിട്ട് ഉറക്കാം, ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഉറക്കാം. ഒരാളെ തീർക്കാനുള്ള കൊട്ടേഷനുമായിട്ടാ വന്നത്. എന്തായാലും ഒരാളായിട്ട് മുകളിലേക്ക് പോണ്ട, ഇവളും കൂടി ഇരുന്നോട്ട് നിനക്കൊരു കൂട്ടാവും. എന്നൊന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ്, എന്നൊന്നും ചെയ്യരുത്. ഞാനിനി പ്രദേശത്തേക്ക് വരില്ല. നിന്നെ അയച്ചവരോട് എന്ന് പറഞ്ഞേക്ക്, വിഷ്ണുവിനെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റില്ല എന്ന്. കൊല്ലാൻ ഞങ്ങളെപ്പോലുള്ളവർ സമ്മതിക്കില്ല എന്ന്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ?
ACP ചന്ദ്രബോസിന്റെ ഈ രൂപം ഞാൻ ഈശ്വരനോട് ചോദിച്ചു വാങ്ങിയ രൂപ. ഞാൻ ചെയ്തിട്ടുള്ള ക്രൂരതകൾക്ക് പ്രായശ്ചിത്തമായി സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള രൂപം. എന്റെ ക്രൂരതകൾക്ക് ഏറ്റവും കൂടുതൽ ബലിയാടായിട്ടുള്ളതും നീ തന്നെയല്ലടാ. മരിക്കുന്നതിന് മുമ്പ് നേരിൽ കണ്ടൊന്ന് മാപ്പ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. മരിക്കാനോ? ഞാൻ പിന്നെ എന്തിനാ വിഷ്ണു ജീവിച്ചിരുന്നിട്ട്? എനിക്കിനി സ്വന്തം എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മോള. അവളും എന്നെ വിട്ടുപോയി. അതും എന്റെ ഈ ക്രൂരത കാരണമാ. എന്റെ മോള്, അവളായിരുന്നു എനിക്കെല്ലാം. ഞാൻ കാക്കയിട്ടോട് ഞാൻ കാണിച്ച എല്ലാ പോകൃത്തനങ്ങളും എന്റെ മോളെ രാജകുമാരിയെ പോലെ വാഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരുപാട് പണം ഞാൻ സമ്പാദിച്ചതാ. ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ആളുകളെ ദ്രോഹിച്ച് എന്റെ മോളുടെ പേരിൽ വാങ്ങിക്കൂട്ടി. അമ്മയില്ലാത്ത മോക്ക് പണത്തിന്റെ പേരിൽ ഒരു കുറവും വരാതിരിക്കാനായിട്ട് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും ചിന്തിക്കാതെ അവളെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ ഉണ്ടാക്കി. പക്ഷെ വിധി എന്നെ ചതിച്ചടാ. അവക്കൊരു പ്രേമമുണ്ടായിരുന്നു. അവൾ എന്നെ ഉപേക്ഷിച്ച് അവനൂടെ പോകുന്നു. അതെനിക്ക് സഹിച്ചില്ലടാ. ഞാൻ അവനെ ഒരു കള്ളക്കേസിൽ കുടുക്കി പിടിച്ചകത്തിട്ടു. അടിച്ചവന്റെ ചങ്കം കരടും കലക്കി കളഞ്ഞു. വിവരം പറഞ്ഞ എന്റെ മോള് എന്നോടൊരു വാക്ക് പോലും പറയാതെ, എന്നെ ഒരു വാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാതെ ഒരു മുഴക്കയറിൽ ജീവനങ്ങ് ഒടുക്കി. എനിക്കുള്ള ശിക്ഷ, ഈശ്വരൻ തന്ന ഈ ശിക്ഷയും കൊണ്ട് ഇനിയുള്ള എന്റെ ഏക ആശ്രയം മരണം മാത്രമാ വിഷ്ണു. അതിനുവേണ്ടിയുള്ള അലച്ചില്ല. ഈ വെട്ടിപ്പിടിച്ചത് ചതിച്ചുണ്ടാക്കിയതൊക്കെ ഈ ഭൂമി തന്നെ ഉപേക്ഷിച്ചിട്ട് മരണമെന്ന 3 അക്ഷരം തേടിയുള്ള യാത്ര. ഈ യാത്രയിൽ നിങ്ങൾക്കിങ്ങനെ ഒരു രക്ഷയായത് ചെയ്തു പോയ തെറ്റിന് എനിക്ക് ഈശ്വരൻ ഒരുക്കിയ പ്രായശ്ചിത്തമാ. മേഡം, പറയാൻ അർഹതയുണ്ടോന്നറിയില്ല. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി പറയുക. ക്ഷമിക്കണം.